ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കര
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് മുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിഷയമാണ്. ഇന്ന് മുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. എന്നെ നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ പിതാവിനെ അറിയുമായിരുന്നു. നിങ്ങൾ ദൈവത്തെ അറിയാത്തതിന് കാരണം നിങ്ങൾ എന്നെ അറിയുന്നില്ല. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാനായി ഭൂമിയിലേക്ക് തിരുവതാരം ചെയ്ത എന്നെ നിങ്ങൾ അറിയുന്നില്ല. എന്നെ നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ പിതാവിനെ അറിയുമായിരുന്നു. നിങ്ങൾ എന്നെ അറിയുന്നില്ല, പിതാവിനെ അറിയുന്നില്ല. അത് കാരണം അതാണ്. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. കാരണം നിങ്ങൾക്ക് എന്നെ ഇതാ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആരാണ് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. ഈ 3.5 കൊല്ലം എൻ്റെ പ്രിയ ശിഷ്യന്മാരായി നിങ്ങൾ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി. എവിടെ വേദനയുണ്ടോ അവിടെ ഓടിച്ചെന്ന് വേദന ഒപ്പുന്നവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എവിടെ രോഗമുണ്ടോ അവിടെ ഓടി വന്ന് രോഗം ശമനം തരുന്നവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എവിടെ യാതനയുണ്ടോ അവിടെ വേദന തീർക്കാനായി ഞാൻ ഓടി ചെല്ലുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എവിടെയും കണ്ണുനീര് തുടയ്ക്കുന്നവനാണെന്ന് മനസ്സിലായി. കണ്ണുനീർ ഉളവാക്കുന്നവനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദുരിതം തരുന്നവനല്ല, ദുരിതം അകറ്റുന്നവനാണ് നിങ്ങൾക്ക് മനസ്സിലായി. ദൈവം ഇതാണ് ദൈവം. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, ദൈവത്തെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. സത്യദൈവത്തെ അറിയുവാനുള്ളതായ സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞാൽ, ക്രിസ്തു ആരാണെന്നറിഞ്ഞാൽ, ക്രിസ്തു സ്നേഹമാണെന്നറിഞ്ഞാൽ, എന്തതിശയമേ ദൈവത്തിന് സ്നേഹമെന്ന് പാടുന്ന നാം ആ സ്നേഹം അതിശയകരമാണെന്ന് നാം രുചിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും നമ്മുടെ വേദനകളും മാറും. മാത്രമല്ല നമുക്ക് ആനന്ദം അലതല്ലി നമ്മുടെ ഹൃദയത്തിലേക്ക് കവിഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇതാണൊരു വിശ്വാസിയുടെ അനുഭവം. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, വെളിപ്പാട് ദിവസം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ വാതിൽക്കൽ തന്നെയുണ്ട്, ഞാൻ ദൂരെയല്ല, വാതിൽക്കൽ തന്നെയുണ്ട്, പക്ഷേ നിങ്ങൾ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഞാൻ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്, നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് വരാമായിരുന്നു. വായിക്കാം, വെളിപ്പാട് 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. വലിയ അനുഗ്രഹ സമ്പത്താണ് നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, വാതിൽക്കൽ തന്നെയുണ്ട്, ദൂരെയല്ല. ക്രിസ്തു ഇതാ വചനങ്ങൾക്ക് സമീപമായി നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. ക്രിസ്തു നമ്മുടെ സമീപമായി നിൽക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽക്കൽ നിന്ന് കർത്താവ് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ് മുട്ടുന്നത്? അകത്തേക്ക് വരാൻ. പക്ഷേ ഒരു കുഴപ്പം, ഈ വാതിലിന് അകത്താണ് കൊളുത്ത്. അകത്ത് സാക്ഷ അല്ലെങ്കിൽ കൊളുത്തുണ്ട്. അകത്തെ കൊളുത്ത് അകത്തുള്ളവൻ തുറന്നാലേ അകത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ. ഈ വാതിലിൻ്റെ പ്രത്യേകത അതാണ്. പുറത്തു നിന്ന് തള്ളി തുറക്കാൻ പറ്റുകയില്ല. അകത്തു നിന്ന് തഴുത് അല്ലെങ്കിൽ സാക്ഷി ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റിയിട്ടിരിക്കുന്നു, കിടക്കാൻ പറ്റുന്നില്ല. കർത്താവ് മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, എത്രയോ നാളുകളായി നിങ്ങളുടെ പിറകെ കർത്താവ് നടന്നു വരുന്നു. എത്രയോ നാളുകളായി കർത്താവ് നിങ്ങളിത് അന്വേഷിച്ച് വരുന്നു. എത്രയോ നാളുകളായി കർത്താവ് നിങ്ങളുടെ പേര് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരുന്നു. ചിലപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യാക്കോവേ ഭയപ്പെടേണ്ട, പുഴുവായ യാക്കോവേ നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ തന്നെ ദൈവമാകുന്നു. എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്, നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, നാം വചനം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഹൃദയം തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഈ ഹൃദയം തുറന്നാൽ, ഇന്ന് ഈ ഹൃദയം നമുക്ക് തുറക്കാൻ സാധിച്ചാൽ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് മാത്രമല്ല. ഹഗ്ഗായി പ്രവാചന പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കാം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വിത്ത് കളപ്പുരയിൽ കിടക്കുകയാണ്. വിത്ത് പാടത്ത് കൊണ്ടൊന്ന് വിതയ്ക്കുന്നില്ല. കളപ്പുരയിൽ കിടന്നാൽ ഫലമുണ്ടാവുകയില്ലല്ലോ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? നിങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല. ലഭിക്കേണ്ടതായ നല്ല സാധ്യതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നല്ല അനുഗ്രഹത്തിന് സാധ്യതകളുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. കാരണം വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? നല്ല ഫലവൃക്ഷങ്ങളുണ്ട്, പക്ഷേ കായ്ക്കുന്നില്ല.
എന്ത് ഫലം? മുന്തിരി നെല്ല് ആർത്ത് പൊടിച്ച് വളർന്നു വരുന്നുണ്ട്, മുന്തിരി കായ്ക്കുന്നില്ല, മുന്തിരിപ്പഴം കിട്ടുന്നില്ല. അത്തിവൃക്ഷം തളിർത്തുല്ലസിച്ച് ഉയർന്ന് വളരുന്നുണ്ട്, അത്തിപ്പഴം കിട്ടുന്നില്ല. ഒലിവ് മരം കൊണ്ട് അതിൽ നിന്ന് ഒലിവെണ്ണ എടുക്കാൻ പറ്റുന്നില്ല, അതിൽ ഫലം കിട്ടുന്നില്ല. മാത്രമല്ല അവിടെ മാതള നാരകമുണ്ട്, നാരകത്തിൻ്റെ നാരങ്ങ കിട്ടുന്നില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രാർത്ഥനകളുണ്ട്, കുടുംബയോഗങ്ങളുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, യൂത്ത് അസോസിയേഷനുണ്ട്, ഇടവക യോഗങ്ങളുണ്ട്, കൺവെൻഷനുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഫലം കിട്ടുന്നില്ല. മനുഷ്യന് മാറ്റം വരുന്നില്ല. എല്ലാം ഉണ്ട്. എല്ലാ ഇടവകളിലും ആത്മീയ പ്രവർത്തനങ്ങളുണ്ട്, വിശുദ്ധ കുർബാനകളുണ്ട്, മാറാനായ പെരുന്നാളുകളുണ്ട്, അനുഗ്രഹീതമായ നല്ല നല്ല ശുശ്രൂഷകളുണ്ട്, നല്ല സുന്ദരമായ ധന്യമായ ഗീതങ്ങളുണ്ട്, നല്ല അർത്ഥവത്തായ പ്രമേയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഫലം കിട്ടുന്നില്ല. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു തരാം, ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് തരാം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാഗ്ദത്തം ഏറ്റുവാങ്ങുക. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറയുന്ന വാഗ്ദത്തം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ കണ്ണീര് തോരും, നിങ്ങളുടെ വേദനകൾ തീരും, മാറാവ്യാധികൾ മാറും, നിങ്ങൾക്ക് ക്ലേശങ്ങൾ തീരും, നിരാശ മാറി പ്രത്യാശ ഉദിച്ചുയരും, നിങ്ങളുടെ ഹൃദയം സമാധാനപൂർണ്ണമായി തീരും. നിങ്ങളുടെ കുടുംബം കലഹഭവനമല്ല, അത് സമാധാനഭവനമായി മാറും. നിങ്ങളുടെ കുടുംബത്തിലെ കലഹങ്ങളെല്ലാം മാറും. നിങ്ങളുടെ മക്കൾ നേരെ പോയി വളരാൻ തുടങ്ങും, നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങും. എന്തു വേണം? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരികയാണ്. ഇനിയും നിങ്ങൾ അലസരായിരിക്കേണ്ട. വിത്ത് കളപ്പുരയിൽ കിടന്ന പോരാ, വിത്ത് എടുത്ത് കണ്ടത്തിൽ പാടത്ത് എറിയേണ്ടതാണ്, വിത്ത് വിതയ്ക്കേണ്ടതാണ്. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? കളപ്പുരയിൽ കിടക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾ ഏറ്റുവാങ്ങണം. ഒന്ന്, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, ദൈവത്തെ അറിയുന്നു. ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. രണ്ട്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. മൂന്നാമത്തെ കാര്യം നാം വായിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇന്നു മുതൽ ദൈവം ചെയ്യുന്ന അനുഗ്രഹം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ലൂക്കോസിന് ശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. പത്രോസ് ഒരു മുക്കുവ തൊഴിലാളിയായിരുന്നു. മീൻ പിടിക്കാൻ പോകും. കിട്ടുന്ന മീനെ വിറ്റ് അതുകൊണ്ട് ആഹാരത്തിന് വക തേടും. ഒരു വീടുണ്ട്, ആ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. മാത്രമല്ല ഭാര്യയുടെ അമ്മയുമുണ്ട്. അമ്മായിയമ്മയും പത്രോസിൻ്റെ വീട്ടിലാണ്. അവരെയൊക്കെ പുലർത്തണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. മീൻ കിട്ടണം. ജീവനുള്ള മീനെ പിടിച്ച് പത്രോസ് കൊല്ലുമായിരുന്നു. ശിവൻ പത്രോസ് ജീവനുള്ള മീനെ പിടിച്ച് കൊല്ലുന്നവനായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, നീ ആത്മാവിൽ ജീവനറ്റുപോയ മനുഷ്യരെ പിടിച്ച് ജീവിപ്പിക്കുന്നവരാക്കും. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ദൈവത്തിന് സ്തോത്രം. വലിയൊരു വാഗ്ദത്തമാണത്. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, ദൈവത്തെ അറിയുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. സംഭവം വളരെ ഹൃദ്യമായൊരു സംഭവമാണ്. ഗലീല കടലിൻ്റെ തീരങ്ങളിലാണ് മീൻ പിടിക്കുന്നത്. പത്രോസും യാക്കോവും സഹോദരന്മാർ, പത്രോസും അന്ത്രയോസും സഹോദരന്മാർ, യാക്കോവും യോഹന്നാനും സഹോദരന്മാർ. എല്ലാവർക്കും പടകുണ്ട്, വലയുമുണ്ട്. അവരെ മീൻ പിടിക്കുകയായിരുന്നു. അന്ന് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല. ഒരു മീനും കിട്ടുന്നില്ല. പത്രോസ് നിരാശനായി. ഈ കണ്ട രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, ഞാൻ എന്ത് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലും? വെള്ളം തിളച്ചുകൊണ്ടിരിക്കും, വെള്ളത്തിൽ അരിയിടാൻ അവിടെ കാത്തുകൊണ്ടിരിക്കും. ഞാൻ എന്തു പറഞ്ഞ് ചെല്ലും? എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകുമല്ലോ. എൻ്റെ ദൈവമേ, എന്തു വേണ്ടു? പത്രോസ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പത്രോസ് ഭാരപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങളിൽ പലരും നാളെക്കുറിച്ച് ആകുലപ്പെടുന്നവരായിരിക്കും. തലയ്ക്ക് കയ്യും കൊടുത്ത് മുഖം മ്ലാനമായി ഹൃദയം വാടിയിരിക്കുന്നവർ അനേകരുണ്ടാകും. ഓരോരോ കാര്യങ്ങൾ, ഭാരപ്പെടുത്തുന്നതായ കാര്യങ്ങൾ, ആകുലപ്പെടുത്തുന്നതായ കാര്യങ്ങൾ. പത്രോസ് ആകുലമനസ്കനായിരിക്കുകയായിരുന്നു. അപ്പോൾ യേശു അവിടെ ഗലീല കടലോരത്ത് ചെന്നു. നമുക്ക് വായിക്കാം. 1-ാം വാക്യം മുതൽ വായിക്കാം. 5-ന്റെ 1 മുതൽ. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അത് മീൻ പിടിക്കുന്നവർ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പണി തീർന്നു. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പത്രോസിനോ ഒന്നും കിട്ടിയില്ല, ഒരു പൊടി മീൻ പോലും കിട്ടിയില്ല. വല കഴുകുകയായിരുന്നു.
കർത്താവ് ആ വെള്ളത്തിൽ കൂടി അല്പം നടന്ന് ആ പടകിൻ്റെ അരികിലേക്ക് ചെന്നു. പടകിലേക്ക് കർത്താവ് കയറി നിന്നു. ശിമോൻ പത്രോസ് ആഗ്രഹിച്ചിട്ടല്ല, ശിമോൻ പത്രോസ് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടല്ല, യാചിച്ചിട്ടല്ല, കർത്താവ് എന്ന് പടകിലേക്ക് കയറി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാനിവിടെ നിന്ന് തൊടാതെ പോകുന്നത് എങ്ങനെയാണ്? നാം ആരും ആഗ്രഹിക്കാതെയാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നീ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഞാൻ ആത്മീയമായി ഒരു നല്ല നീതിമാനാണെന്ന് ധരിച്ചാണ് ഞാൻ ഇരുന്നിരുന്നത്. ഞാനൊരു ഭക്തനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കാര്യമായി പ്രകടമായ പാപങ്ങളൊന്നും ഇല്ലല്ലോ. 2 നേരം നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, കൃത്യമായി മാറാന പെരുന്നാൾ പോലും നോക്കുന്നുണ്ട്, ബുധൻ വെള്ളി ദിവസങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്. വളരെ ചിട്ടപ്പെട്ട ജീവിതമായിരുന്നു. തന്നെയുമല്ല, പള്ളിയിൽ പോകുന്നു, പള്ളിയിലെ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ശുഷ്കാന്തിയോടെ പങ്കെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു നീതിമാനാണ് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, ഞാൻ നിരാശനായിരുന്നു. ഞാൻ നിരാശയിൽ ആണ്ടുപോയവനായിരുന്നു. എൻ്റെ 1 വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് ഞാൻ അനാഥനായിരുന്നു. ഈ അപകർഷതാബോധം കൊണ്ട് എൻ്റെ തല താണിരുന്നു. മറ്റുള്ളവരെ പോലെ ഒന്നും ആകാൻ ഒത്തില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ടായിരുന്നു. ഞാൻ തളർന്നവനും തകർന്നവനുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനതുകൊണ്ട് ദൈവത്തെ വിളിച്ചില്ല. പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നമസ്കാരങ്ങളുണ്ട്, കുമ്പിടിയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ദൈവത്തെ വിളിച്ചിരുന്നില്ല. ദൈവം വരണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു സുവിശേഷ പ്രസംഗം കേട്ടു. അന്ന് ഒരു ദൈവദാസൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു വളരെ വലിയ വണ്ണമൊന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ അത് നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചേയില്ല. കാരണം എനിക്കിത് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ഭക്തനല്ലേ, ഞാൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നു, എല്ലാ ക്രമങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു, കുഴപ്പമില്ലല്ലോ, അങ്ങനെയാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ എപ്പോഴോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എൻ്റെ ചെവിയിലൊന്ന് കേട്ടു. പറഞ്ഞു, ഇവിടെ ലാസറിൻ്റെ കല്ലറയ്ക്കകത്ത് ലാസർ ചീഞ്ഞ് കിടന്നതുപോലെ അകം ചീഞ്ഞിരിക്കുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. കല്ലറയ്ക്ക് പുറത്ത് യാതൊരു ദുർഗന്ധവുമില്ല, കല്ലറയ്ക്കകത്താണ് ദുർഗന്ധം. അകത്ത് 4 ദിവസമായി മരിച്ച ലാസർ അകത്ത് കിടക്കുന്നു. ലാസറിൻ്റെ ശവക്കല്ലറയ്ക്കുള്ളിൽ പോലെ ഇന്ന് ഹൃദയം അശുദ്ധി നിറഞ്ഞ ചിലർ പള്ളിയകത്തിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു, തലപൊക്കി നോക്കി. അപ്പോഴുണ്ട് അദ്ദേഹം എൻ്റെ നേരെ കൈ കൊണ്ടുപോലെ എനിക്ക് തോന്നി. ലാസറേ പുറത്തു വരിക എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. അവിടെ ഞാൻ തല താഴ്ത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നാഥാ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ വന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ദുർവികാരങ്ങൾ മാറും, എൻ്റെ ഹൃദയത്തിലെ അത്യാഗ്രഹങ്ങൾ മാറും, എൻ്റെ ഹൃദയത്തിലെ ദ്രവ്യാഗ്രഹം മാറും, എൻ്റെ ഹൃദയത്തിലെ അഹങ്കാരം മാറും, എൻ്റെ ഹൃദയത്തിലെ പരീക്ഷ മനോഭാവം മാറും. എൻ്റെ കർത്താവേ, ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് നിത്യനായ ദൈവത്തിൻ്റെ നിത്യോന്നതമായ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഹൃദയം സമാധാനമുള്ളതായി തീർന്നു. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരേ വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഒറ്റയ്ക്കൊരു വാക്ക്, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അന്ന് പറഞ്ഞ വാക്ക് സ്വർഗം കേട്ടു, സ്വർഗത്തിൽ പ്രതിധ്വനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ കാതിലത് കേട്ടു. യേശു ക്രിസ്തു എഴുന്നള്ളി വന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 17-ാമത്തെ വയസ്സിലാണത്. എൻ്റെ ഹൃദയത്തിൽ ദുർവിചാരങ്ങൾ മാറി. കോപാവേശമുണ്ട് മനുഷ്യൻ, കോപാവേശം ഇല്ലാത്തനായി തീർന്നു. എൻ്റെ കോപം മാറി, എൻ്റെ മുൻകോപം മാറി, എൻ്റെ ശുണ്ഠിയെടുക്കുന്ന പ്രകൃതം മാറി, തർക്കുത്തരം പറയുന്ന പ്രകൃതം മാറി. ഞാൻ ചിലപ്പോൾ എൻ്റെ വാക്കുകൊണ്ട് അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത് മാറി. അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി, അമ്മയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആകെ ഒരു വ്യത്യാസം, ആകെ വ്യത്യാസം. എൻ്റെ ജീവിതം പുഷ്പിക്കാൻ തുടങ്ങി, എൻ്റെ ജീവിതം ഫലം കായ്ക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ചിന്തകളോട് ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിന് തുറന്നു കൊടുക്കാം. നിങ്ങളുടെ പടക യേശുവിന് വിട്ടുകൊടുക്കാം. യേശു ചോദിച്ചിട്ടല്ല പടകിലേക്ക് കയറിയത്. ശിമോനെയും ഞാൻ നിൻ്റെ പടകിൽ നിന്ന് കയറിക്കൊള്ളട്ടെ എന്ന് കർത്താവ് ചോദിച്ചില്ല. യേശു വന്ന് കയറുകയായിരുന്നു. നിങ്ങളും വിശ്വസിക്കൂ. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ, ഈ വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ പതിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഊളിയിട്ട് ചെന്ന് യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. യേശു നിങ്ങളുടെ പടകിൽ ചവിട്ടുകയാണ്. നിൻ്റെ ജീവിത പടകിൽ യേശു ചവിട്ടി നിൽക്കുകയാണ്. അവിടെ നിന്നു കർത്താവ് ആ പടക് അല്പം അനങ്ങിയപ്പോൾ ശിമോൻ പത്രോസ് ഞെട്ടി നോക്കി. അപ്പോഴാണ് യേശുവിനെ കണ്ടത്. ശിമോൻ പടകിൽ ചാടി എഴുന്നേറ്റു.
ശിമോൻ ഒരിക്കലേ കർത്താവിനെ മുൻപ് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കർത്താവിനെ കാണുന്നത്. ഇപ്പോൾ ശിമോൻ പത്രോസ് കർത്താവിൻ്റെ നേരെ അതിശയത്തോടെ നോക്കി, ചോദിക്കാതെ എന്നോടൊന്നും മിണ്ടാതെ ഒരാൾ കയറി ഇന്ന് നിൽക്കുന്നു. ആരാണിത്? അന്ത്രയോസ് പണ്ട് പരിചയപ്പെടുത്തിയ, എൻ്റെ സഹോദരൻ അന്ത്രയോസ് പരിചയപ്പെടുത്തിയ യേശു, നസ്രായനായ യേശു. അന്ത്രയോസ് പറഞ്ഞിട്ടുണ്ട്, ആ യേശുവിൻ്റെ അടുക്കൽ ഇരുന്നപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പ്രതീതിയായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ യേശുവിൻ്റെ അടുക്കൽ എനിക്ക് ഇരിക്കാൻ അവസരം കിട്ടിയല്ലോ, നന്നായി. ഈ പത്രോസ് വീണ്ടും അവിടെ താണിരുന്നു. കർത്താവ് കരയിലുള്ള ജനത്തോട് സംസാരിച്ചു, കടൽക്കരയുള്ള ജനത്തോട് സംസാരിച്ചു. ജനം വചനം കേട്ടു, കർത്താവിന് തൃപ്തിയായി, സന്തോഷമായി. പത്രോസ് അപ്പോഴും പ്ലാനായിട്ടിരിക്കുകയാണ്. ശരി, പ്രസംഗമെല്ലാം കേട്ടു, പക്ഷേ എൻ്റെ വീട്ടിൽ കഞ്ഞിക്ക് വകയില്ലല്ലോ, ഇന്ന് മാർഗമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? പത്രോസ് വിഷമിച്ചിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവാനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പടകിലിൻ്റെ വലതുഭാഗത്ത് വല വീശാൻ നീ പറഞ്ഞല്ലോ, ഞാൻ വല വീശാം. അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾ അത് ഞാൻ അനുസരിക്കാം. പക്ഷേ ഇനി വീഴ്ചയുടെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം, നീ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. പത്രോസ് വല വീശി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തുണ്ടായി? അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. നിറയെ മീൻകൂട്ടം, വല നിറയെ മീൻകൂട്ടം. അത്ഭുതം. അപ്പോൾ ഈ മീനൊക്കെ എവിടെയായിരുന്നു? ഈ രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നു. ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടും ഒരു കരയറ്റം കിട്ടിയില്ല. ഇല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പലരുടെ ജീവിതം? എത്രയോ പരീക്ഷകൾ എഴുതി, എത്രയോ അപേക്ഷകൾ അയച്ചു, ഒരു ജോലിക്ക് ഒരു സാധ്യത കാണുന്നില്ല. എവിടെയെല്ലാം ആരെയെല്ലാം ചെന്ന് കണ്ടു, ഏതെല്ലാം സഹായം പലരോട് ചോദിച്ചു, ഒരിടത്തും സഹായം കിട്ടിയില്ല. ഇത്ര നേരമെല്ലാം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ശൂന്യതയുടെ അനുഭവത്തിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വാക്കിന് വലയിറക്കിയാൽ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകങ്ങൾ പറഞ്ഞിട്ടില്ല, യേശുവിൻ്റെ ശബ്ദമല്ലേ അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നത്, സൃഷ്ടാവിൻ്റെ സ്വരമല്ലേ മുഴങ്ങിക്കൊണ്ടിരുന്നത്. ഗലീലാക്കടലിലുള്ള ഗന്നേസരി തടാകവും ഗലീലാക്കടലും തിബരിയസ് കടലും എല്ലാം ഒന്ന് തന്നെയാണ്, ഓരോ ഭാഗത്തുള്ള പേരാണത്. ആ ഗന്നേസരി തടാകത്തിലുള്ള എല്ലാ മീനുകളും സൃഷ്ടാവിൻ്റെ സ്വരം കേട്ട് ഓടി വന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വരുന്നില്ല, പക്ഷേ ഈ മീനുകൾ ഓടി വന്നു. അവ അതിവേഗം പാഞ്ഞു വന്നു. സൃഷ്ടാവിൻ്റെ സ്വരം, കേട്ടിട്ടില്ലാത്ത സ്വരം കടലിൽ മുഴങ്ങുന്നു. അത് വേദപുസ്തകങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ മീനുകളെല്ലാം കൂടി വന്ന് വലഭാഗത്ത് വന്ന് നിറഞ്ഞു. അതാണ് കർത്താവ് പറഞ്ഞത്, വലതുഭാഗത്ത് വല വീശുവീൻ. അവിടെ മീൻകൂട്ടം ആ വലയിൽപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ഉടനെ ആ പടകിൽ തന്നെ കർത്താവിൻ്റെ കാൽക്കലങ്ങ് വീണു. എൻ്റെ നാഥ, എനിക്ക് യോഗ്യതയില്ല, ഇതുപോലൊരു അത്ഭുതം കാണാൻ എനിക്ക് അർഹതയില്ല, ഇതുപോലൊരു അത്യത്ഭുതം കാണാൻ എനിക്ക് യോഗ്യതയില്ല. നീ എന്നെ തൊട്ടു, നീ എന്നെ അനുഗ്രഹിച്ചു, ഇത് കാണാൻ എനിക്ക് അർഹതയില്ല. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, നിൻ്റെ മുമ്പാകെ നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വിട്ടു പോകാനല്ല പറഞ്ഞത്, എനിക്ക് അർഹതയില്ല, തിരുമുമ്പാകെ നിൽക്കാൻ യോഗ്യതയില്ല. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. സ്തോത്രം. ജീവിതപ്പടകിൽ യേശു കയറിയാൽ അനേകരെ വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തോണിയിൽ യേശു കയറിയാൽ നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരും. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും യേശുവിൻ്റെ പ്രകാശം നിറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹപാത്രമായി തീരും. നിങ്ങൾ അനുഗ്രഹമായിരിക്കും, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പാത്രമായി തീരും, അനേകർക്ക് അനുഗ്രഹം പകരുന്നവരായി തീരും. അനുഗ്രഹം നിങ്ങൾ മൂലം നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ മൂലം നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ മൂലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ മൂലം നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഒരാൾ മൂലം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിസ്സാര കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് നോക്കൂ, യേശുവിനെ നിങ്ങൾ വിളിച്ചു നോക്കൂ, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. കാണാം നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരുന്നത്, നിങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുന്നത്, നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ശോഭനമായ ജീവിതത്തിൻ്റെ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് തരുവാൻ കർത്താവ് നിങ്ങളെ ആളാം പ്രതി പേര് ചൊല്ലി വിളിക്കുകയാണ്, ഓരോരുത്തരെയും വിളിക്കുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് വിളിച്ച അതേ സ്വരം തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. മാർത്തയെ മാർത്തയെ, നീ വലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മരം കലങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞതായ അതേ സ്വരം തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്.
ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാൻ നിൻ്റെ വിശ്വാസം പൊയ്പാകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറഞ്ഞ അതേ സ്വരം തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് ആ കൽദയുടെ ഊരിൽ നിന്ന് അബ്രഹാമിനെ പുറപ്പെടുവിച്ച അതേ സ്വരം തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച് ബാല്യക്കാരന് ആത്മീയ പരിജ്ഞാനം കൊടുത്ത അതേ സ്വരം തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണമേ, ഒരു അത്ഭുതം സംഭവിക്കണമേ, നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. ഇന്ന് നീ എൻ്റെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചകളെ ഒന്ന് സഫലമാക്കി തരണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി തരണമേ. ഇന്ന് നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിരാശയോടെ വന്നവർ പ്രത്യാശകളരായിത്തീരും. ഹൃദയത്തിൻ്റെ വേദനകൾ മാറിപ്പോകും, മനസ്സിൻ്റെ ദുഃഖങ്ങൾ അകന്നു പോകും. എന്തിന്? നിങ്ങളുടെ ശരീരത്തിൽ രോഗം പോലും മാറും, മാറാത്ത തലവേദനകൾ വിട്ടുപോകും. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാമോ ചില മുഴകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, ആ മുഴകൾ അപ്രത്യക്ഷമാകും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് രോഗവിമുക്തി തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൃദയം കർത്താൻ തുറന്നു കൊടുക്കാം. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നതിനാകുമെന്ന് പത്രോസിനടുത്ത വാഗ്ദത്തം എന്നിൽ നിവർത്തിക്കണമേ. അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ, അനേകരെ ജീവ തുറമുഖത്തേക്ക് എത്തിക്കുവാൻ, അനേകരെ സ്വർഗ്ഗതീരത്തേക്ക് എത്തിക്കുവാൻ, നിൻ്റെ കയ്യിൽ മരുങ്ങുന്ന ആയുധമായി തീരുവാൻ എന്നെ ഞാനിതാ സമർപ്പിക്കുന്നു. ഉടയവനെ, നീ എൻ്റെ ജീവിതത്തേക്ക് വരണമേ എന്ന് നിങ്ങൾ വിളിച്ചു നോക്കൂ, നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ ക്ഷണിച്ചു നോക്കൂ. കാണാൻ നിങ്ങളുടെ ജീവിതം ഭാസുരമാകുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഇന്നു മുതലുള്ള ഈ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ പറയൂ, കർത്താവിനോട്, കർത്താവേ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന്. യേശുവേ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയൂ. എൻ്റെ യേശുവേ, ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. യേശുവേ, ഇതിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ എന്ന്. നിൻ്റെ ആണിപ്പാടുടെ കരം എൻ്റെ തലമേൽ വെച്ച് എൻ്റെ പാവക്കറകളൊക്കെയും കഴുകണമേ എന്ന്. എത്ര കൊടുങ്കുറു പാതകമുണ്ടെങ്കിലും എല്ലാം കഴുകിത്തരുന്ന ക്രൂശിലെ സ്നേഹം ഇപ്പോൾ എന്നെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്, അരികത്ത് നിൽക്കുന്നുണ്ട്. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്കൊരു ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വെക്കണമേ. നിൻ്റെ മുദ്ര ചാർത്തണമേ, നിൻ്റെ കുരിശടയാളം ചാർത്തണമേ. നെറ്റിയിൽ തിരുരക്തം കൊണ്ട് കുരിശടയാളിട്ട് എല്ലാവരെയും വേർതിരിക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് എല്ലാവരെയും അണയ്ക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. രണ്ടാമത്തവരെ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം പിതാവേ. ആമീൻ.